മിസ്റ്റർ റോയി പുത്തൂരാൻ, വിൽ യു മാരി മീ? ഉച്ചത്തിലുള്ള അവളുടെ ചോദ്യത്തിൽ ആ മുറി നടുങ്ങി. അന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് കൊട്ടാരം പോലുള്ള വീട്ടിലെ സ്വകാര്യ മുറിയിൽ വിശ്രമിക്കുകയായിരുന്നു റോയി. അതിസുന്ദരനും കോടീശ്വരനുമായ റോയി എക്കാലത്തും സ്ത്രീകളുടെ വീക്ക്നെസ്സാണ്. അവനിൽ അട്രാക്റ്റഡ് ആവാത്തവർ കുറവാണ്. എന്നാൽ ഇന്നേ വരെ ഒരാളും റോയിയോട് ഇങ്ങനെ ചോദിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അതും ഈ പെൺകുട്ടി. സുന്ദരിയല്ല എന്നത് പോട്ടെ, പ്രത്യേകിച്ചൊരാകർഷണവും ആർക്കും തോന്നാനിടയില്ലാത്ത ഒരുത്തി. ഇടത്തെ കവിൾ മുതൽ പുരികം വരെ നീണ്ടുകിടക്കുന്ന ആ വലിയ കറുത്ത പാട് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാം. റോയി ഒന്ന് സംശയത്തോടെ തലവെട്ടിച്ചു. അവൻ സോഫയിൽ വിരിഞ്ഞിരുന്നു. മൂർച്ചയേറിയ ആ കണ്ണുകൾ അവളിൽ നിന്നും മാറിയില്ല. തണുത്തതെങ്കിലും ആ നോട്ടത്തിൽ അവൻ അവളെ അളക്കുകയായിരുന്നു. പുലി തന്റെ ഇരയുടെ നേരെ നോക്കുന്ന ആ നോട്ടമില്ലേ, അത് തന്നെ. പക്ഷേ ആ ചോദ്യം അവൻ കേട്ടിരുന്നു എന്നതിന്റെ യാതൊരുവിധ ഭാവമാറ്റവും റോയിയിലുണ്ടായില്ല. ഈ പെണ്ണിനെന്താ വട്ടാണോ? എന്നാൽ എന്തൊരു ധൈര്യം! റൂമിൽ അവിടെവിടെ നിന്നിരുന്ന ജോലിക്കാരും കമ്പനി സ്റ്റാഫുകളുമെല്ലാം പരസ്പരം മുറുമുറുത്തു. അവളെ ഇപ്പോൾ തന്നെ പുറത്താക്കുമെന്ന് അവർക്കുറപ്പാണ്. പക്ഷേ റോയിയുടെ ചുണ്ടിന്റെ ഒരു കോണിൽ അനക്കമുണ്ടായി. അതൊരു ചെറിയ ചിരിയായിരുന്നു. അല്ലാ, സാത്താനും ചിരിക്കുന്നു. ആ കാഴ്ചയുടെ അത്ഭുതത്തിൽ അവിടെ നിന്നിരുന്ന ഒരാളിൽ നിന്നും ശബ്ദം പുറത്തു വന്നു. ഹാരി റോയിക്ക് മുന്നിലായി ആ പെൺകുട്ടിയെ നോക്കി നിൽക്കുകയായിരുന്നതുകൊണ്ട് അവന് മാത്രം ആ കാഴ്ച മിസ്സായി. ഹാരി ആ പെൺകുട്ടിയെ അവിടെ നിന്നും പറഞ്ഞയക്കാൻ ശ്രമിക്കുകയാണ്. ഏയ്, ഏതാ നീ? നീ എങ്ങനെ ഇവിടെ വന്നു? വട്ടാണോ? മര്യാദയ്ക്ക് പൊയ്ക്കോ. അവൻ അവൾക്ക് നേരെ കൈ ഉയർത്തി പറഞ്ഞു. എത്രയോ സ്ത്രീകൾ ബോസിനോട് അടുക്കാൻ 18 അടവും പയറ്റുന്നത് അവൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊന്ന് അവൻ ആദ്യമായിരുന്നു. നരച്ചൊരു മഞ്ഞ കുർത്തയും കറുത്ത ജീൻസുട്ട് വന്നിരിക്കുന്നു. ഡ്രസ്സിംഗ് സെൻസ് പോലും ഇല്ലല്ലോ. ഷേ എന്നാലോചിച്ച് ഹാരി അവളെ പുറത്താക്കാനായി ചെന്നു. നിൽക്ക്. പുറകിൽ നിന്നും റോയിയുടെ ശബ്ദം അവനെ തടഞ്ഞു. ലീവസ്. റോയി ആ പെൺകുട്ടിയിൽ നിന്നും കണ്ണുകൾ എടുക്കാതെ ഹാരിയോട് പറഞ്ഞു. എന്ത്? ഞങ്ങളെ ഒറ്റയ്ക്ക് വിടാനെന്നോ? ഞങ്ങളെ? ഹാരി വിശ്വാസം വരാത്തതുപോലെ റോയിയെ തന്നെ നോക്കുകയാണ്. ചുറ്റുമുണ്ടായിരുന്നവരെല്ലാം അമ്പരന്ന് വാപൊളിച്ചു നിൽക്കുകയാണ്. നേരത്തെ റെസ്റ്റോറന്റിൽ കണ്ടതു മുതൽ റോയി അവളെ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ ഇത്രയും സെക്യൂരിറ്റി സിസ്റ്റമുള്ള ആ ബിൽഡിംഗിൽ പരിശീലനം നേടിയ മിടുക്കരായ സെക്യൂരിറ്റി ജീവനക്കാരെ പറ്റിച്ച് അകത്ത് കടന്നിട്ടുണ്ടെങ്കിൽ ഇവൾ ചില്ലറക്കാരിയല്ല. ഇത്രയും റിസ്ക് എടുത്ത് അവൾ എന്തിനാണ് ഇവിടെ വന്നത്? എന്നെ പ്രപ്പോസ് ചെയ്യാൻ മാത്രമാണോ? റോയിയുടെ മനസ്സിൽ സംശയങ്ങൾ പൊങ്ങി വന്നു. സർ, റോയി പറഞ്ഞതെങ്ങാനും തെറ്റായി കേട്ടതാണോ എന്ന് സംശയിച്ച് ഹാരി ഒന്നുകൂടെ ഉറപ്പിക്കാനായി വിളിച്ചു. ഇത്തവണ റോയി കുറച്ചുകൂടെ ഉച്ചത്തിലാണ് പറഞ്ഞത്. ലീവസ്. ഓക്കെ ബോസ്. മറുപടി പറയുന്നതിനൊപ്പം ഹാരി ആ മുറിയിലുണ്ടായിരുന്ന എല്ലാവരോടും പുറത്തു പോവാൻ ആംഗ്യം കാണിച്ചു. പോവുന്ന വഴി അവരെല്ലാം ആ പെൺകുട്ടിയെ ഒന്നുകൂടി നോക്കി. കണ്ടാലേ അവരുടെയെല്ലാം മുട്ടുവിറയ്ക്കുന്ന ഒരാളുടെ മുന്നിലാണ് അവൾ ഒരു പേടിയും കൂസലുമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. എല്ലാവരും പുറത്തു പോയപ്പോൾ അവൾ അകത്തേക്ക് വന്നു. Who are you? ഞാൻ ആലിയ എബ്രഹാം, ഡോട്ടർ ഓഫ് എബ്രഹാം നെല്ലിക്കൽ ആൻഡ് പെർഫ്യൂമർ അന്നാച്ചെറിയാൻ. ആത്മവിശ്വാസമുള്ള ചിരിയോടെ ഷെയ്ക്ക് ഹാൻഡിനായി കൈകൾ മുന്നോട്ട് നീക്കി അവൾ പറഞ്ഞു. അവൻ കൈകൾ നീട്ടിയില്ല. ഓ, എബ്രഹാം നെല്ലിക്കലിന്റെ മകൾ. യെസ്, വൺ ആൻഡ് ഓൺലി. ഷെയ്ക്ക് ഹാൻഡ് നൽകാത്തതിലുള്ള ചമ്മലൊന്നും കൂടാതെ തന്നെ കൈകൾ വലിച്ച് മുകളിലേക്ക് ഉയർത്തി അവൾ പറഞ്ഞു. റോയ് ഒരു നിമിഷം ആലോചിച്ചു. എബ്രഹാമിന്റെ 3 പെൺകുട്ടികളെക്കുറിച്ച് അവൻ കേട്ടിട്ടുണ്ട്. ആദ്യ ഭാര്യയിലുണ്ടായ മൂത്ത പെൺകുട്ടിയുടെ രൂപത്തെക്കുറിച്ച് പലരും കളിയാക്കി പറഞ്ഞിട്ടുള്ളത് അവന്റെ ഓർമ്മയിൽ വന്നു. ലൂസർ, ഇഡിയറ്റ്, അഗ്ലി, എന്തൊക്കെയോ അവളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. വല്യപ്പൻ തനിക്കായി ആലോചിച്ച പെൺകുട്ടികളുടെ ലിസ്റ്റിൽ മറ്റ് 2 പെൺകുട്ടികളെയും കണ്ടിട്ടുണ്ട്. ഇവൾ മാത്രം അതിലുണ്ടായിരുന്നില്ല. കുറ്റം പറയാൻ പറ്റില്ല, അവരാരും വെറുതെ പറഞ്ഞതല്ല. സത്യം ഇപ്പോൾ മുന്നിലുണ്ടല്ലോ. അവളെ ഒഴിവാക്കി വിടാൻ അവന് തിടുക്കമായി. ഇത്രയും തിടുക്കം കാട്ടല്ലേ റോയി? അവന്റെ മനസ്സ് വായിച്ച പോലെ പറഞ്ഞുകൊണ്ട് ആലിയ അവന്റെ അരികിലായി ചെന്നിരുന്നു. അസ്വസ്ഥനായ റോയി ചെറുതായി ഒന്ന് തെന്നി നീങ്ങിയിരുന്നു. അവൾ അത് ശ്രദ്ധിക്കാതെ ചെറിയ ബാഗിൽ എന്തോ തിരഞ്ഞുകൊണ്ട് പറഞ്ഞു. നോക്ക് റോയി, എനിക്ക് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നന്നായി അറിയാം. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്.
ഒരു സ്പെഷ്യൽ സാധനം. അവൾ പറയുന്നത് കേട്ട് റോയി അന്തം വിട്ടിരിക്കുകയാണ്. ആലിയ ബാഗിൽ നിന്നും ക്യൂട്ടായ ഒരു പിങ്ക് ബോട്ടിൽ പുറത്തെടുത്തു. ലോകം മുഴുവൻ അറിയുന്ന പെർഫ്യൂം ബ്രാൻഡിന്റെ ഓണർ എന്ന് പറഞ്ഞിട്ടെന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫ്യൂം പോലും സ്മെല് ചെയ്യാൻ പറ്റില്ല. പെർഫ്യൂം മാത്രം നിങ്ങൾക്ക് ഒന്നും സ്മെല് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അറിഞ്ഞത് പോട്ടെ, ഇതെങ്ങാനും പുറത്തറിഞ്ഞ കർത്താവേ, എന്താവും നിങ്ങളുടെ കാര്യം? കയ്യിലുള്ള പിങ്ക് ബോട്ടിൽ നന്നായി ഷേക്ക് ചെയ്തുകൊണ്ട് അവൾ അവനെ കളിയാക്കുന്ന മട്ടിലൊന്ന് നോക്കി. റോയി ശരിക്കും ഞെട്ടി. ഏറ്റവും വിശ്വസ്തരായ 4-5 പേർക്ക് മാത്രം അറിയാവുന്ന രഹസ്യം ഇവൾ ഇതെങ്ങനെ അറിഞ്ഞു? അവന് വിശ്വസിക്കാനായില്ല. ആലിയ ഊറിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനിതെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കാൻ നിൽക്കണ്ട. പകരം എനിക്കെങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. റോയി തിരികെ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അവൾ ആ ബോട്ടിൽ ഓപ്പൺ ചെയ്തു. ആ പെർഫ്യൂം ബോട്ടിൽ അവൾ അവന്റെ മൂക്കിനടുത്തുകൂടി ഓടിച്ചു. സ്മെൽ ദിസ്. ഇതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്ന് അറിയാമായിരുന്നിട്ടും റോയി വെറുതെ അത് മണത്തു. ഏയ് വെയിറ്റ്. അറിയാതെ അവൻ പറഞ്ഞുപോയി. അവന്റെ കണ്ണുകൾ വിടർന്നു. അടുത്ത നിമിഷം ആ ബോട്ടിൽ റോയി കൈക്കലാക്കി. 1-2 തുള്ളി കൈത്തണ്ടയിലേക്ക് ഇറ്റിച്ചു. കണ്ണുകൾ മെല്ലെ അടച്ചു. അതിനു മുകളിലേക്ക് മൂക്കടുപ്പിച്ചു. പിയോണി, ഓറഞ്ച്, ലില്ലി, ഗ്രേപ്സ്. അതിലെ ഓരോ മണങ്ങളും അവൻ തിരിച്ചറിഞ്ഞു. ഇത് തോന്നലൊന്നുമല്ലല്ലോ. അവൻ അത്ഭുതപ്പെട്ടു. അല്ല, അവനത് തിരിച്ചറിയാം. കണ്ണുകളടച്ച് ആ സുഗന്ധത്തിലേക്ക് അവൻ അലിഞ്ഞു. കണ്ണു തുറക്കുമ്പോൾ തൊട്ടരികിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആലിയ. എക്സ്പ്ലെയിൻ. ഗൗരവം വിടാതെ റോയി പറഞ്ഞു. എത്രയോ ലോകപ്രശസ്ത ഡോക്ടർമാരും വൈദ്യന്മാരും എല്ലാം നോക്കിയിട്ട് നടക്കാത്തതാണ് ഇന്നീ പെണ്ണ്. അവന്റെ കണ്ണിൽ അത്ഭുതം തെളിഞ്ഞു നിന്നിരുന്നു. ശരിക്കും ആരാണിവൾ? അവൻ മനസ്സിൽ ചോദിച്ചു. ബാക്കിയുള്ള എപ്പിസോഡുകൾ ഫ്രീ ആയി കേൾക്കുന്നതിനൊപ്പം റൊമാന്റിക് ക്രൈം ത്രില്ലറുകൾ അടങ്ങുന്ന മറ്റു പ്രീമിയം ഓഡിയോ സീരീസുകളും സൗജന്യമായി ആസ്വദിക്കാൻ ഉടൻ തന്നെ കുക്കു FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ.